ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ നല്ല വിളയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗോസ്പൽ മിഷൻ ഗൾഫ് എന്ന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തോടുകൂടെ ഈ ശബ്ദമാധ്യമത്തിലൂടെ ഇന്ന് പകൽക്കാലങ്ങളോട് ദൈവജൻ സംസാരിപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയതിലുള്ള സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതിന്റെ അവസരമൊരുക്കിയ കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവർക്ക് യേശുക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എന്റെ പേര് ഗോപി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളടായ എന്ന പ്രദേശത്ത് താമസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം മാനവജാതിയുടെ രക്ഷയെക്കുറിച്ചും രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ സ്വീകരിക്കണമെന്ന വിശ്വാസ സ്നാനത്തെക്കുറിച്ചുമാണ് ചില മിനിറ്റുകൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും വളരെ പ്രാർത്ഥനയോടും നിങ്ങൾ ശ്രദ്ധയോടും കൂടി ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും വളരെ അനുഗ്രഹവും ആത്മരക്ഷയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതിന് പരിശുദ്ധനായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്നുള്ള അപേക്ഷയോടുകൂടെ നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം ഈ മാധ്യമത്തിലൂടെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിമലയുടെ നെറുകിൽ അവസാനത്തുള്ളി രക്തത്തോട് ഊറ്റിത്തന്ന അനുമരക്ഷകൻ യേശുക്രിസ്തുവിന്റെ പുണ്യനാമ മഹത്വത്തിനും ആയിരങ്ങളുടെ രക്ഷയ്ക്കുമായി കർത്താവെ ഞങ്ങൾ അടുത്തു വരികയാണ്. അതിന് ശുശ്രൂഷയുടെ കരത്തിലേൽപ്പിക്കുന്നു. അങ്ങ് ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം സംസാരിപ്പാനായിട്ട് ഞങ്ങളുടെ കരത്തിലേൽപ്പിക്കുന്നു. ഏതാത്മാവിനാൽ അങ്ങയുടെ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ സംസാരിപ്പാൻ പരിശുദ്ധ പിതാവേ കൃപ ചെയ്യും. ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരേവരും ഈ അന്ത്യനാളുകളിൽ രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വരവനായി ഒരുങ്ങുവാൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെട്ട് ദൈവരാജ്യവും നീതിയും രക്ഷിപ്പാൻ ഓരോ ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവെ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം, അങ്ങയുടെ വചനം അയക്കണം. കേൾക്കുന്നവർക്ക് മാനസാന്തരത്തിന്റെ അനുഭവത്തെ കൊടുക്കണം. രക്ഷയുടെ വലിയ സന്തോഷത്തെ നൽകണം. പാപമോചനത്തെ കുറിച്ചുള്ള നിശ്ചയത്തെ കൊടുക്കണം. യേശുവിന്റെ വരവിനായുള്ള പ്രത്യാശയെ നൽകണം. വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപെട്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഭാഗ്യമുള്ളവേ കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഗോസ്പൽ മിഷൻ ഗൾഫിനെ കർത്താവിന്റെ കരത്തിലേൽപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രസ്ഥാനത്തെ അവിടെ അനുഗ്രഹിക്കണമേ. ഈ പ്രസ്ഥാനം മുഖാന്തരം ആയിരങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണം. അതിനാൽ ഞങ്ങളെ ഏൽപ്പിക്കണം കർത്താവേ. അങ്ങ് മകത്തോടുക്കാൻ സഹായിക്കണം. യേശു എന്ന നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ദൈവജനം സംസാരിക്കുന്ന എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ശബ്ദമാധ്യമത്തിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിപ്പാൻ ശ്രദ്ധിക്കുന്ന ആയിരങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അടുത്ത് വരികയാണ്. ഈ ലോകത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മരക്ഷയാണ് ഈ ലോകത്തിൽ വലുത്. അഥവാ അവൻ രക്ഷിക്കപ്പെടുക എന്നുള്ള വിഷയമാണ് അവനെ കുറിച്ചുള്ള കാര്യം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ ആശിക്കുവാനുള്ളത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. ഒന്നാമത് മനുഷ്യൻ രക്ഷിക്കപ്പെടുക, രണ്ടാമത് രക്ഷിക്കപ്പെട്ട മനുഷ്യൻ സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധിയും വേർപാടും വലിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്.
രക്ഷിക്കപ്പെടുക എന്നുള്ളത് എന്താണ് എന്ന് ഇന്ന് ആയിരങ്ങൾ അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടുക അർത്ഥം. ദൈവത്തിന്റെ സ്തോത്രം. അതിന് മനുഷ്യൻ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് നാം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് തികച്ചും വ്യക്തമായി വായിച്ച് അറിയുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, യേശു ക്രിസ്തു ലോകത്തിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവം യേശുവിനെ വഴിനിരത്തുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ സ്നാപകനും ഇതേ പ്രസംഗം തന്നെയാണ് നടത്തിയത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ടോ സുവിശേഷത്തിൽ വിശ്വസിപ്പി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം മരുഭൂമിയിൽ കേൾക്കുകയും അവൻ യോർദാൻ നദിയുടെ കരയിൽ വന്ന് മാനസാന്തര സ്നാനം ഏൽക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ സ്നാപകൻ യോഹന്നാന്റെ ശുശ്രൂഷ തികഞ്ഞ വേളയിൽ യേശു ക്രിസ്തു താൻ ശുശ്രൂഷകനായി വെളിപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു അത് തന്നെ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ, അഥവാ വരുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ, ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കണമെങ്കിൽ മനുഷ്യൻ രക്ഷിക്കപ്പെടണം. അതിനവൻ എന്ത് ചെയ്യണം? അവൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ രക്ഷിക്കപ്പെടും. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലൻ പൗലോസിന് മുമ്പിൽ കാരാഗൃഹ പ്രമാണി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലനോട് പറയുന്നുണ്ട്, കർത്താവായ യേശു വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. രണ്ടാമത്, യേശു ക്രിസ്തു തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണാൻ കഴിയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ വീണ്ടും നാം റോമാലേഖനം വായിക്കുമ്പോൾ ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ സ്തോത്രം എന്ത് ചെയ്യണം? യേശു ക്രിസ്തു വിശ്വസിക്കണം. രണ്ടാമത് യേശു കർത്താവ് നാമത്തിൽ സ്നാനപ്പെടണം. മൂന്നാമത് അവിടെ വായിക്കാൻ കഴിയുന്നത് യേശു കർത്താവിനെ അവൻ വായു കൊണ്ട് ഏറ്റുപറയണം. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി മലയിൽ നദിയിൽ അവസാനത്തുള്ള രക്തത്തോളം യേശു ഊറ്റിയത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുന്ന വ്യക്തി മറ്റുള്ളവരോട് പ്രസ്താവിക്കണം. അവൻ സാക്ഷ്യം പറയണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യൻ രക്ഷ പ്രാപിക്കുക എന്ന് പറയും എന്തോ വലിയതുപോലെ ചിന്തിക്കാനില്ല. രക്ഷിക്കപ്പെടുക എന്നുള്ളത് എളുപ്പമായ വിഷയമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസത്തെ തരും എന്ന് യേശു ക്രിസ്തു വിശുദ്ധ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാ